അതിപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് പൊതുവെ മോശം വെള്ളം ഈ ചൊറിയും കാമത്തും എന്ന് പറഞ്ഞാൽ ഒരു സാധനമാണ്. ഹേ ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ സമയം രാവിലെ 5 മണി കഴിഞ്ഞു. നമ്മുടെ ഒരു 60 കിലോമീറ്റർ ഡെയിലി മോർണിംഗ് റൈഡാട്ടോ. അപ്പോൾ യെസ്, ലെറ്റ്സ് ഗോ. ആഫ്റ്റർ 12 കിലോമീറ്റേഴ്സ് നമ്മൾ തലപ്പാറ എത്തി കേട്ടോ. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് പോയാൽ നമ്മുടെ വൈക്കം. വൈക്കം നമ്മളിന്ന് ഇവിടുന്ന് റൈറ്റ് എടുക്കുവാണേ. എറണാകുളം റൂട്ടാണ്. നമ്മളിപ്പം മൂവാറ്റുപുഴ നദിയുടെ കുറുകെയുള്ളൊരു പാലത്തെ കൂടെ കേട്ടോ പോയിക്കൊണ്ടിരിക്കണേ. കാഞ്ഞിരമറ്റ റൂട്ടാണേ. നമ്മുടെ രണ്ട് സൈഡിലും നെൽപ്പാടങ്ങളാട്ടോ. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് ഈ ഒരു റൂട്ട് എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പ് ആൻഡ് ഡൗൺസ്, ഇതുപോലെ കയറ്റങ്ങളും ഇറക്കങ്ങളും കേട്ടോ. കാഞ്ഞിരമറ്റം വരെ, അവിടുന്ന് പിന്നെ തൃപ്പൂണിത്തറയ്ക്ക് നേരെ ഫ്ലാറ്റ് റോഡാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതേ ഒരു കയറ്റം, ഒരു ഇറക്കം, വീണ്ടും അടുത്ത കയറ്റാട്ടോ. പെട്രോളിയം വണ്ടികളൊക്കെ ഒരുപാട് ഓടുന്ന റൂട്ടാട്ടോ, പ്രത്യേകിച്ച് രാവിലെ ഈ ഒരു സമയത്തെ. ഇപ്പോഴാണ് ഗൈസ് കുറച്ച് ഓപ്പൺ സ്പേസ് കിട്ടിയേ. പെട്ടെന്ന് നല്ല വെട്ടായ പോലെ അല്ലേ. അപ്പോൾ ഇത് കാഞ്ഞിരമറ്റാട്ടോ, അല്ലെങ്കിൽ മില്ലിങ്കൽ ജംഗ്ഷൻ. അപ്പോൾ നമുക്കിവിടെ ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് വരാറുള്ളതാണ്. നല്ല ഫോട്ടോ പോയിൻ്റ് ഒക്കെ കേട്ടോ. അതായത് ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കും. പക്ഷെ നമ്മൾ ഇന്ന് അങ്ങോട്ടല്ല കേട്ടോ പോകുന്നത്. ഇന്ന് നമ്മൾ വീണ്ടും സ്ട്രെയിറ്റ് പോവാണ്. നമുക്ക് എറണാകുളം റൂട്ടിൽ പോവാം കേട്ടോ. അപ്പോൾ ഇതൊരു 1 കിലോമീറ്റർ സ്ട്രെച്ചാട്ടോ. സ്ട്രെയിറ്റ് ഒരു ഫ്ലാറ്റ് റോഡുമാണ്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഫുള്ള് ഗട്ടറാട്ടോ. ഇത് ഒരുപാട് നാളായി, വർഷങ്ങളായിട്ടോ ഇതുപോലെ കിടക്കണം. അതായത് എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ സ്ട്രെയിറ്റ് റോഡായതുകൊണ്ട് വണ്ടിക്കാർ ഒരുപാട് സ്പീഡ് എടുക്കാണ്ടിരിക്കാൻ വേണ്ടി PWD പുതിയ സെറ്റപ്പാന്ന് തോന്നുന്നു. ഇതെന്തോ ഇതാകുമ്പോഴത്തേനും സ്പീഡിൽ പോകാൻ പറ്റില്ലല്ലോ. രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വേസ്റ്റ് ആണ് കേട്ടോ. അതായത് ഈ വേസ്റ്റുകൾ തള്ളുന്ന ഒരു കേന്ദ്രമാണിത്. കാരണം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു തോട് പോലെ ഒരു ചെറിയ സംഭവം കേട്ടോ. അപ്പം അങ്ങോട്ടാണ് ഈ വണ്ടിയെ പോയിട്ട് വേസ്റ്റ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് കൂടുതൽ നടക്കുന്നൊരു സ്ഥലം കേട്ടോ ഇത്. അപ്പോൾ ഇത് പുത്തൻകാവ് കേട്ടോ സ്ഥലം. നമ്മുടെ എറണാകുളം റൂട്ടിലേക്ക് കയറുവാണ്. അപ്പോൾ അവിടെ നമ്മൾ ലെഫ്റ്റ് പോരുന്നെങ്കിൽ സ്ട്രെയിറ്റ് വൈക്കം, നമ്മൾ റൈറ്റ് എടുത്തു കേട്ടോ. പറഞ്ഞ പോലെ എറണാകുളം റൂട്ടിൽ
നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒരു ലെഫ്റ്റ് എടുക്കും. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഓർക്കണില്ല കേട്ടോ ഗൈസ്. 1-2 തവണ പോയതാണേലും പേരെ അറിയില്ല. നമുക്കൊരു ഫോട്ടോ എടുത്തേക്കാം. ഇതാട്ടോ സൗത്ത് പറവൂര്. നമ്മൾ ഈ റൂട്ടാണ് എടുക്കണേ. ഓക്കെ, ഇവിടെ ഒരു സീറോ മലങ്കരയുടെ പള്ളി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ. ഇത് അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബൈക്കിംഗ് ഗ്രൂപ്പിലിടാൻ കേട്ടോ. അപ്പം മോർണിംഗ് ഇതിൽ ആരെങ്കിലും റൈഡിനുണ്ടാവും. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാമല്ലോ. അതുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് ജസ്റ്റ് ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ടേ. പട്ടികൾ ഒരു ചെറിയ മീൻചന്ത കേട്ടോ അവിടെ കണ്ടത്, ആൾക്കാർക്ക് കൂടി നിന്നേ. അപ്പോൾ നമ്മളിപ്പോൾ പോണത് അങ്ങോട്ടാട്ടോ. അതായത് ഈ ചെറിയ വള്ളങ്ങളൊക്കെ അടുക്കുന്ന രാവിലെ മീൻ കൊണ്ടൊക്കെ വരുന്ന ഒരു ചെറിയ ഹാർബർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1-2 തവണ, 2 അല്ല കേട്ടോ, അതിൽ കൂടുതൽ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളെല്ലാം വൈകുന്നേരങ്ങളിലാണ് പോണേ. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു സൺസെറ്റ് പോയിൻ്റാണ് നമ്മുടെ വേമ്പനാട്ടുകായലാണ് കേട്ടോ. അപ്പം കായലിൽ നമ്മുടെ ഇവിടെ സൺസെറ്റ് വ്യൂവേ ഉള്ളൂ, സൺറൈസ് വ്യൂ ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്താണേലും രാവിലെ ഒരു പ്രത്യേക രസമല്ലേ ഈ കായലിൻ്റെ അരികത്തൊക്കെ പോയി നിൽക്കാൻ. രാവിലെ ചേച്ചിമാർ കൊട്ടയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. മീൻ മേടിച്ചിങ്ങനെ വീട്ടിലേക്കൊക്കെ കൊണ്ടുവരൂലേ, അങ്ങനെയുള്ളവർ, എന്താ അവരെ പോലെയുള്ളവർ നമ്മുടെ വീടുകളിലൊക്കെ മീൻ കൊണ്ട് തരുന്ന ചേച്ചിമാർ. നമുക്കൊരു ലെഫ്റ്റ് എടുക്കാനുണ്ട്. അത് എവിടെയാണെന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ് ഗൈസ്. ഇതാണോ ആറാട്ടുകടവ്? ആറാട്ടുകടവ് എന്നാണ് അതിൻ്റെ പേര്. അയ്യോ, പേരൊന്നും അറിയില്ല കേട്ടോ. എന്നാലും പോയി നോക്കാം. പക്ഷേ ഈ വഴിയൊക്കെ കുറച്ചുകൂടെ നല്ല വഴിയായിരുന്നു കേട്ടോ. ഇപ്പം വളരെ മോശമായിട്ടാണ് കിടക്കണേ. ഇത് തന്നെ. യെസ്, ഇപ്പോൾ രാവിലെ വലിയ ആളും ബഹളവും തിരക്കൊന്നുമില്ല കേട്ടോ. ഞാൻ ഇല്ല, സ്റ്റാൻഡില്ല. അതെ അതെ. 1 മണിക്കൂർ വേണം. ഇപ്പം എത്ര? 1.5 മണിക്കൂർ എടുത്തു. 2.5 മണിക്കൂർ തീരും പരിപാടി. ഇവിടെ മറ്റേ ഇത് രാവിലെ മീൻ മന്നാണോ? അപ്പോൾ ഇന്ന് കഴിഞ്ഞോ പരിപാടി? കഴിഞ്ഞോ രാവിലെ? വെളുപ്പിനെ വരുമല്ലേ? ഒന്നാമതിപ്പോൾ നമ്മുടെ ഈ പണിക്ക് പൊതുവെ മോശം വെള്ളം. ഈ ചൊറിയും കാമത്തും എന്ന് പറഞ്ഞാൽ ഒരു സാധനമാണ്. ഇത്രയുണ്ട്, ഒരു 5 കിലോ 4 കിലോത്തിൻ്റെ ഒക്കെ സൈസ് സാധനമാണ് ഈ പൊങ്ങി കിടക്കണം. ഇത് വെള്ളം ദൂഷിച്ച് കിടക്കല്ലേ. ഓ, അത് ഈ സമയത്ത് തന്നെയാണോ? അതോ ഈ പ്രകൃതിയുടെ തന്നെ മഴ ഇടമഴ പെയ്യണല്ലോ. ഓ, അപ്പോൾ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോവും. അപ്പോൾ അതൊരു രസമാണല്ലോ, നമുക്ക് ഓരോ ദിവസം ഓരോ സ്ഥലം കാണാമല്ലോ. അതെ അതെ, എക്സസൈസും കൂടിയാണല്ലോ. ഒരു 5 മണിക്കൊക്കെ വരികയാണെങ്കിൽ മീൻ ആണല്ലേ? 5 മണിക്കല്ലേ? മീൻ്റെ കൂടെ കിട്ടിയാണോ? വല കിട്ടിയാണോ? അപ്പോൾ ഇതാണ് ആറാട്ടുകടവ്. ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. പക്ഷേ
നമ്മൾ ഈ ഒരു ലൊക്കേഷനിലേക്ക് ആണെന്നോ അല്ലെങ്കിൽ രാവിലെ ഇങ്ങനൊരു സീൻ കാണുമെന്നൊന്നും പ്രതീക്ഷയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം നേരത്തെ വരുവാണെങ്കിൽ ഈ വള്ളങ്ങളൊക്കെ കൊണ്ട് അടുപ്പിക്കുന്നതും ആ മീൻ നടക്കുന്ന സീനൊക്കെ കാണാം കേട്ടോ. കാക്കകളാട്ടോ. എനിക്കൊന്ന് ഇവിടെ കുറേ വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. മേ ബി ആ വേസ്റ്റൊക്കെ എടുക്കാൻ വന്നതായിരിക്കും കേട്ടോ. നല്ല കളർ കേട്ടോ. അവിടെ നിന്നാണ് നമ്മുടെ സൺറൈസ് വരുന്നത്. പറഞ്ഞ പോലെ നമ്മുടെ വേമ്പനാട്ടുകാലിൽ സൺസെറ്റ് കാണാൻ പറ്റില്ല. സൺസെറ്റേ കാണാൻ പറ്റുള്ളൂ, സൺറൈസ് ഇല്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് വള്ളങ്ങളൊക്കെ കയറ്റിയിടുന്ന ഒരു എന്താ പറയുന്നത്, പാർക്കിംഗ് സ്പേസ്. ഇതിലെ വള്ളങ്ങൾ കയറ്റി കേട്ടോ. ഇവിടെ വലിയ ആഴയില്ലാന്ന് തോന്നുന്നു, കാരണം നമുക്ക് നിലം കാണാം കേട്ടോ. ഇതോ ആ ചേട്ടൻ സ്റ്റിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, വലയിടുക കേട്ടോ. അപ്പോൾ രാവിലെ ഈ പറഞ്ഞ പോലെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് പീസ്ഫുള്ളാട്ടോ. ചെറിയൊരു ഓളമുണ്ട്. അത് അവിടെ നിന്ന് അതിനാന്ന് വെച്ചാൽ അവിടെ ഒരു ബോട്ട് പോയുണ്ടോ, യാത്രാ ബോട്ടാട്ടോ. അപ്പോൾ അത് പോയിൻ്റാണ് ഒരു ചെറിയ ഓളം അടിച്ച് വരുന്നത്. ഇല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സ്റ്റില്ലാട്ടോ. നല്ല കാഴ്ച. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാറ്റോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നല്ലൊരു ആംബിയൻസ് കേട്ടോ രാവിലെ. ആ കാഴ്ച അടിപൊളി കേട്ടോ. ആ ഒരു ചെറിയ സൺറൈസ് കളറും നമ്മുടെ തെങ്ങൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ രാവിലെ ആറാട്ടുകടവിലെ കാഴ്ചകൾ. അപ്പോൾ സമയം രാവിലെ 7 മണിയാകുന്നു. ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ യൂഷ്വൽ ഒരു ചായ കൂടി ഉണ്ട് കേട്ടോ. പാർട്ട് ഓഫ് അവർ മോർണിംഗ് റൈഡ് എന്ന് വേണേൽ പറയാം കേട്ടോ. അതും കൂടെ ഉണ്ടായാലാണ് നമ്മുടെ റൈഡ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ വൈക്കത്തുള്ള കുറച്ച് റൈഡേഴ്സ് വൈറ്റിലയിലുണ്ട് കേട്ടോ. അപ്പോൾ ഓൺ ദ വേ ബാക്ക് ചിലപ്പോൾ അവരെ മീറ്റ് ചെയ്യും. അപ്പോൾ ഓൾറെഡി അവരെ വിളിച്ചപ്പോൾ ചോദിച്ചു ചായ കുടിച്ചോന്ന് ചോദിച്ചു. അപ്പോൾ അവർ ചായ കുടിച്ചു കേട്ടോ ഗൈസ്. അതുകൊണ്ട് മേ ബി നമുക്കിവിടെ ഒരു ചായയൊക്കെ കുടിച്ച് അവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കാണാൻ പറ്റുവാണെങ്കിൽ ജസ്റ്റ് കണ്ട് അവരുടെ കൂടെ ഒന്ന് റൈഡ് ചെയ്ത് നേരെ റിട്ടേൺ പോകാമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര പീസ്ഫുൾ ആട്ടോ ഈ ഒരു വഴിയിലൂടെ റൈഡ് ചെയ്യാനായിട്ട്. ജസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ മെയിൻ റോഡിലേക്ക് മാറും. നേരെ ഓപ്പോസിറ്റ് ആട്ടോ. അവിടെയാണ് വണ്ടികളുടെ ബഹളമാണ്. ഈ ഒരു 7 മണി സമയമൊക്കെ ആകുമ്പം വലിയ കുഴപ്പമില്ല. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേനും നല്ല തിരക്കാട്ടോ, ഒരു രക്ഷയില്ല. കാരണം മോർണിംഗ് സൺറൈസ് വ്യൂ ആട്ടോ. ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ മീൻ മാർക്കറ്റ് വരുന്നത്. അപ്പം നമ്മളിപ്പോൾ കണ്ട അവിടെ ആ കടവിൽ നിന്നൊക്കെ ആണെങ്കിലും മീൻ കൊണ്ടുവന്നത് ഇങ്ങോട്ടാട്ടോ. അതാണ് അവർ പറഞ്ഞത്. രാവിലെ 6 മണിയാകുമ്പോഴത്തേനും ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഇവിടുത്തെ ചായ അടിപൊളി കേട്ടോ. നല്ല ചായയും വടയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണേലും നമുക്ക് രാവിലത്തെ ചായ കുടിച്ചേക്കാം. നല്ലൊരു സോഫ്റ്റ് വടയും അത്യാവശ്യം മധുരമുള്ള ഒരു സ്ട്രോങ് ചായ കേട്ടോ. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് തൃപ്പൂണിത്തറ റൂട്ട് ചവിട്ടുക കേട്ടോ. നമ്മുടെ വൈക്കത്തുള്ള കുറച്ച് റൈഡേഴ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൈഡ് വേറെ ലൊക്കേഷനിലേക്കൊന്നുമില്ല, നേരെ അവരെ മീറ്റ് ചെയ്തിട്ട് അവരോടെ തിരിച്ച് നമ്മൾ വന്ന വഴി ചവിട്ടി പോരും കേട്ടോ. അത്രയേ ഉള്ളൂ. ആറാട്ടുകടവായപ്പോൾ അവിടുന്ന് നേരെ ഉള്ളിലേക്ക് കയറുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ സൺസെറ്റല്ലേ കിട്ടുള്ളൂ, വൈകുന്നേരം പോകേണ്ടത്. എന്താടാ ചിരിക്കുന്നത്? ചേട്ടാ ഒരു 10 ലോട്ടറി.
അയ്യോ സായിച്ചേട്ടൻ പോയി. നമ്മുടെ ഫോട്ടോഗ്രാഫർ മിണ്ടി 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 പൊട്ടീനുണ്ട് കേട്ടോ ക്ലാസ്. അങ്ങനെ പറയണ്ടേ, ഞാനെൻ്റെ 2 കിലോ സാധനം. ഓക്കെ 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 ബൈ. അപ്പോൾ നമ്മുടെ ഒരു 50-55 കിലോമീറ്റർ മോർണിംഗ് റൈഡായിരുന്നു കേട്ടോ. പക്ഷേ അത് ഒരു 65-70 കിലോമീറ്റർ റൈഡായി. അപ്പോൾ നമ്മൾ തലവൽപ്പറമ്പ് എത്തുന്നു. ഇവിടെ നിന്ന് ഒരു 15 കിലോമീറ്ററോടെ. അപ്പോൾ എനിവേ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.